നമസ്കാരം. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ, അതായത് കേരള സമൂഹവും ശാസ്ത്രജ്ഞാന പാരമ്പര്യവും എന്ന് പറയുന്ന MDC സയൻസിൻ്റെ MDC പുസ്തകത്തിലെ ഒരു ഒന്നാമത്തെ മൊഡ്യൂളുണ്ട്. അതിൽ ആ ഒന്നാമത്തെ മൊഡ്യൂളിൽ സാമാന്യമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് വൈജ്ഞാനിക കേരളത്തെക്കുറിച്ച് സാമാന്യമായി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പറയാം എന്നേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. അതായത് മധ്യകാല കേരളം വിജ്ഞാനോൽപാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഊർജ്ജസ്വലമായൊരു കാലഘട്ടം ആയിരുന്നു മധ്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന അതായത് അധ്യാപക വിദ്യാർത്ഥി സമൂഹം വിജ്ഞാനത്തിൻ്റെ വിതരണം നടത്തുകയും നാട്ടുഭാഷയിലേക്ക് വ്യാഖ്യാനങ്ങളും വിവർത്തനങ്ങളും ഒക്കെ നിർവഹിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആദ്യകാല കേരളീയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സംഘകാലത്തോളം തന്നെ പഴക്കമുണ്ട്. അത് ഏതൊക്കെ രീതിയിലായിരുന്നു എന്നതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുന്നത്. അതായത് കളരികൾ പോലുള്ള വിദ്യാകേന്ദ്രങ്ങളും അതുപോലെ പല രീതിയിലുള്ള എന്താ പറയുക ഗുരുകുല സമ്പ്രദായം, കുടിപ്പള്ളിക്കൂടം, ശാലകൾ, ഇങ്ങനെ എന്താ പറയുക താരതമ്യേന എന്താ പറയുക ഉൾച്ചേർക്കൽ സ്വഭാവമുള്ള വിദ്യാകേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ശാലകൾ എന്താണ് എന്ന് നോക്കാം. അതായത് ചുരുക്കി പറയുകയാണെന്ന്, വളരെ ചെറുതാക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ആശയ ഉൽപാദനത്തിൻ്റെയും പ്രസരണത്തിൻ്റെയും പ്രമുഖ സ്ഥാപനം ക്ഷേത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ശാലകളായിരുന്നു എന്നാണ് പറയുന്നത്. ശാലകൾ എന്ന് വെച്ചാൽ വേദപാഠ ശാലകൾ ആയിരുന്നു. ഇവ സ്വാഭാവികമായിട്ടും എന്താണ് ബ്രാഹ്മണർക്ക് മാത്രമുള്ളതായിരുന്നു. പക്ഷേ അവിടെ ഈ ഒരു വൈദിക ജ്ഞാനത്തിന് പുറമെ അശ്വവിദ്യ, ഖഡ്ഗവിദ്യ, ജാലവിദ്യ, ഇങ്ങനെയുള്ള പല വിദ്യകളും പഠിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ശാലകളുടെ നടത്തിപ്പ് ക്ഷേത്രങ്ങൾക്കായിരുന്നു. ഇപ്പോൾ അതായത് ഇപ്പോഴത്തെ നമ്മളെ യൂണിവേഴ്സിറ്റിയൊക്കെ അല്ലേ, അതേപോലെ തന്നെ അതായത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്ന രണ്ടാം ചേര സാമ്രാജ്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന ശാലകളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാന്തള്ളൂർ ശാല, പാർത്ഥിവപുര ശാല, മൂഴിക്കുളം ശാല, തിരുവല്ല ശാല എന്നൊക്കെ. പക്ഷേ ഇവിടെ ആദ്യകാലങ്ങളിൽ ഈ വേദം മാത്രമല്ല, ആലേഖ്യം, ഗീതം, വാദ്യം, നാടകാഭിനയം, നൃത്തം, ജ്യോതിഷം, ഇന്ദ്രജാലം, ഇങ്ങനെ 30 വിഷയങ്ങൾ കാന്തള്ളൂർ ശാലയിലൊക്കെ പാഠ്യ വിഷയമായിരുന്നു എന്നാണ് പറയുന്നത്. സർവ്വകലകളിലും വേദങ്ങളിലും ഒക്കെ എന്താ പറയുക ഉൾക്കൊണ്ടിരുന്ന സാംസ്കാരിക അംശങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പക്ഷേ തീർച്ചയായിട്ടും എന്താ പറയുക അവസരം ഉണ്ടാവുള്ളൂ, മേൽത്തട്ടിലുള്ളവർക്ക് മാത്രമേ ഈ ശാലകളുടെ, അതായത് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചും കൂടിയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നും വിദ്യാഭ്യസിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മറ്റൊന്നാണ് ഗുരുകുല പാരമ്പര്യം. അധ്യാപകൻ അധ്യാപനം ഒരു പൂജയാണ്, അതുപോലെ അധ്യയനം ഒരു ഉപാസനയാണെന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് ഗുരുകുലം എന്ന് പറയുന്നത്. ഗുരുവിനെ കേന്ദ്രീകരിച്ചാണ് എന്താ പറയുക ഗുരുകുലം അറിയാലോ നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസം നടന്നിരുന്നത്. അവിടെയും ഇതുപോലെ സാഹിത്യം, ശാസ്ത്രം, ജ്യോതിഷം, സിദ്ധാന്തങ്ങൾ, കല എന്നിങ്ങനെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഗുരുകുലങ്ങൾ. അതുപോലെ ചില ഗുരുകുലങ്ങളിലൊക്കെ വൈദ്യം, ഗണിതം ഒക്കെ പഠിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഗുരുകുലങ്ങൾക്ക് ഉദാഹരണമാണ് കൂടല്ലൂർ മന, ദേശമംഗലത്ത് വാര്യം, കുറ്റിപ്പുറം കോവിലകം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുരുകുലങ്ങളാണ് ഇവയൊക്കെ. അതുപോലെ വ്യാകരണത്തിന് പേര് കേട്ടൊരു ഗുരുകുലമായിരുന്നു കൂടല്ലൂർ മന എന്ന് പറയുന്നത്. അതുപോലെ ഒടുവിലത്തെ ഗുരുകുലമായി കണക്കാക്കുന്നത് പുന്നശ്ശേരി മനയാണ്. പിന്നത്തത് കളരികളാണ്. അതായത് വിദ്യാകേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പം പറയുന്നത്. കേരളത്തിൽ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന വിദ്യാകേന്ദ്രങ്ങൾ എന്ന് വെച്ചാൽ വിദ്യ എവിടുന്ന് എങ്ങനെയാണോ ലഭിച്ചിരുന്നത്, സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ മുൻപേയുള്ള രൂപങ്ങൾ. പിന്നെ മറ്റൊന്ന് കളരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരിക ആയോധനകല പഠിപ്പിക്കുന്നതാണ്. പക്ഷേ പണ്ട് കാലത്ത് കളരികൾ ആയോധനകല മാത്രമല്ല ആയിരുന്നില്ല, ജ്യോതിഷം, വൈദ്യം ഒക്കെ പഠിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഓരോ കളരിയിലെയും അധിപൻ എന്ന് പറയുന്നത് അവിടുത്തെ ഗുരുവായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ അന്ന് ഏത് തരം വിദ്യ അഭ്യസിക്കുന്ന ഇടങ്ങളെയും കളരിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. പിന്നീട് അത് കളരിപ്പയറ്റിൻ്റെ കേന്ദ്രങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ കുടിപ്പള്ളിക്കൂടം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന പാഠശാലകൾ തന്നെയാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ. ആശാൻ പള്ളിക്കൂടം, എഴുത്ത് പള്ളിക്കൂടം എന്നൊക്കെ ഇവ അറിയപ്പെട്ടിരുന്നു. അവിടെ നിലത്തെഴുത്തായിരുന്നു. മണലിൽ എഴുതുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് കേട്ടോ. അതായത് നിലത്തെഴുത്ത് എന്നാണ് പറയുന്നത്. മണലിലായിരുന്നു എഴുതി പഠിപ്പിച്ചിരുന്നത്. പിന്നെ താളിയോലകളും ഉപയോഗിച്ചിരുന്നു. അതാണ് കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ്
ആദ്യകാലങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ കേരളത്തിനെ ഒരു ഗണിതത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്, സാമാന്യമായ ഗണിതശാസ്ത്ര മേഖലയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ലേഖനമാണ്. ഇനി അത് അടുത്ത ഇതിൽ വരുന്നുണ്ട് പള്ളിയറ ശ്രീധരൻ്റെ. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഒരു ജനറലി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കേരളത്തിലുണ്ടായിരുന്ന വൈജ്ഞാനിക മേഖലകൾ ഏതൊക്കെയാണ്. വാസ്തുവിദ്യയാണ് ഒന്ന്. വാസ്തുവിദ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താ പറയുക, ഈ പരമ്പരാഗതമായ കെട്ടിട നിർമ്മാണ രീതിയാണ് വാസ്തുശാസ്ത്രം എന്നറിയപ്പെടുന്നത്. അത് ഒരു കേവലം കെട്ടിട നിർമ്മാണത്തിൻ്റെ സാങ്കേതികതയ്ക്കുപരിയായിട്ട് ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെയായി കൂട്ടിയിണക്കിയാണ് ഈ ശാസ്ത്രം വികസിച്ചിട്ടുള്ളത്. അതായത് വാസ്തുവിദ്യ എന്ന് പറയുന്ന ശാസ്ത്ര രീതിയെ എന്ന് പറയാം. തച്ചുശാസ്ത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ തന്ത്രസമുച്ചയം, തച്ചുശാസ്ത്രം, മനുഷ്യാലയ ചന്ദ്രിക എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, വാസ്തുവിദ്യയെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ മറ്റൊരു മേഖലയായിരുന്നു കേരളീയ ജ്യോതിശാസ്ത്ര സംസ്കാരം. ജ്യോതിശാസ്ത്രം അതായത് വാനശാസ്ത്രം എന്നുള്ള രീതിയിൽ വന്നിരുന്നത്. പിന്നെ അത് ആദ്യമൊക്കെ എന്താ പറയുക, അനുഷ്ഠാനങ്ങളുടെ സമയങ്ങളും മറ്റും ഒക്കെ നോക്കുന്നതിന് വേണ്ടിയായിട്ട് പിന്നീട് അത് ജ്യോതിശാസ്ത്രത്തിൻ്റെ വികാസത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. ക്ഷേത്രങ്ങൾ അങ്ങനെ നമുക്കറിയാലോ, ക്ഷേത്രങ്ങളിൽ ബന്ധപ്പെട്ടിട്ടാണ് സമയം കുറിക്കലുകളൊക്കെ നടന്നിരുന്നത്. പിന്നെ അത് ഒരു ആത്മീയവും ശാസ്ത്രീയമായ ഒരു പഠനത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറി എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ജ്യോതിഷം ആചാരപരമായ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, സമയക്രമീകരണത്തിനും കാലാനുസൃതമായ ആസൂത്രണത്തിനും വേണ്ടിയൊക്കെ പഠിപ്പിക്കപ്പെട്ടു എന്നാണ്. അതായത് സൂര്യനാണ് പ്രപഞ്ച കേന്ദ്രം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള സയൻസ് മീൻസ് ശാസ്ത്രം. അപ്പോൾ അത് ആര്യഭട്ടനാണ് ആദ്യം പറയുന്നത് ഇങ്ങനെയുള്ളത്. എന്നാൽ ഈ ഒരു എന്താ പറയുക, കേരളത്തിലെ പ്രമുഖരായ ആര്യഭട്ടൻ, അതുപോലെ തന്നെ വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരൊക്കെ കേരളീയ ജ്യോതിശാസ്ത്രത്തിലെ പ്രമുഖരാണ്. പിന്നെയും ധാരാളം ഗണിത ജ്യോതിശാസ്ത്രജ്ഞന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ, പഞ്ചാംഗം, സൂര്യചന്ദ്രഗ്രഹണ കാലങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിലെ കേരളീയ ഭാരതീയ ശാസ്ത്രജ്ഞരെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കേരളീയ ഗണിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഗണിത ജ്യോതിശാസ്ത്ര സ്കൂൾ എന്നുള്ള രീതിയിലുള്ള സങ്കല്പം തന്നെ ധാരാളം ആളുകൾ കേരളത്തിൽ ഗണിതശാസ്ത്ര മേഖലയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിൽ ഒരു കടബയാതി സമ്പ്രദായം എന്ന് പറയുന്നത്, അത് കേരളം എന്ന് കരുതപ്പെടുന്ന ആര്യഭട്ടൻ്റെ ആര്യഭട്ടീയത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കേരളത്തിൽ ജന്മമെടുത്തതെന്ന് കരുതപ്പെടുന്നതുമായൊരു അക്ഷരസംഖ്യാ സമ്പ്രദായമാണ് കടബയാതി സമ്പ്രദായം എന്ന് പറയുന്നത്. പരൽപ്പേര് എന്നും കൂടി ഇതിന് പേരുണ്ട്. അതായത് ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം മലയാളത്തിലെ അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടല്ലോ. സ്വരാക്ഷരങ്ങളുടെയൊക്കെ വാല്യൂ 0 എന്ന് കൊടുത്തിട്ട്, അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളെ 0 മുതൽ 9 വരെയുള്ള എന്താ പറയുക വാല്യൂ കൊടുത്തിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് സ്വരാക്ഷരം അ ആ ഇ ഈ ഉ അല്ലേ, അത് എല്ലാ സ്വരാക്ഷരങ്ങൾക്കും 0 എന്ന് വില നൽകുക. പിന്നെ വ്യഞ്ജനങ്ങളിൽ ക മുതൽ ങ വരെയുള്ള അക്ഷരങ്ങളും ച മുതൽ ഞ വരെയുള്ള അക്ഷരങ്ങളൊക്കെ ചേർത്തിട്ട് 1 മുതൽ 0 വരെ വില നൽകുക. അപ്പോൾ ക ഖ ഗ ഘ ങ അങ്ങനെ കേട്ടില്ലേ, അതിന് 1 2 3 4 എന്നിങ്ങനെ വാല്യൂ കൊടുത്തിട്ടുള്ള രീതിയെയാണ് നമ്മൾ കടബയാതി സമ്പ്രദായം എന്ന് പറയുന്നത് കേട്ടോ. അതിന് പരൽപ്പേര് എന്നൊരു പേരും കൂടിയുണ്ട്, മറക്കരുത്. പ്രാചീന ഇന്ത്യയിൽ സംഖ്യകളെ സൂചിപ്പിക്കാൻ വാക്കുകൾ ഉപയോഗിച്ചിരുന്ന രീതിക്കാണ് പരൽപ്പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് എന്താ പറയുക, ഒരു സെൻറ്റൻസിന് നമുക്ക് ഒരു നമ്പറായിട്ട് എഴുതാൻ പറ്റും. അതിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ അതുപോലെ ടെക്സ്റ്റും ഒന്ന് നന്നായിട്ടൊന്ന് വായിക്കുക എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് കേട്ടോ.